ഹായ് ഫ്രണ്ട്സ്, ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് ഈദ് സ്പെഷ്യൽ ഉന്നക്കായയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുള്ള ഒരു ഉന്നക്കായാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. പെരുന്നാളിൻ്റെ അന്ന് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം പഴുത്ത നല്ല പഴമാണ്. അപ്പം ഞാനിവിടെ 2ആയിട്ട് കട്ട് ചെയ്തുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് ആവി കയറ്റി പുഴുങ്ങിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഇഡലി ചെമ്പിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് വെച്ച് ആവി കയറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിനകത്ത് വയ്ക്കുന്നതിനുള്ള ഒരു ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കാഷ്യൂ നട്ട്സ്, കുറച്ച് ബദാം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉണക്കമുന്തിരി. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാൻ കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 മുതൽ 4 ടീസ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഏത്തപ്പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ചെറിയ ചൂട് മാറിയതിന് ശേഷം വേണം നമ്മൾ തൊലി ഒന്ന് കളയാനായിട്ട്. അതിനുശേഷം നമുക്ക് 2ആയിട്ടൊന്ന് കട്ട് ചെയ്ത് അകത്തുള്ള ആ കറുത്ത പോർഷൻസൊക്കെ നമുക്കൊന്ന് മാറ്റാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒരു സ്പൂണോ സ്മാഷറോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാവുന്നതാണ്. നമുക്കിനി കയ്യിൽ ആദ്യം കുറച്ച് നെയ്യ് പുരട്ടിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മിക്സ് എടുത്ത് നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ച് തന്നെ പരത്തിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഫില്ലിങ് എത്ര വെക്കണമെന്നൊന്നുമില്ല, നമ്മുടെ ആവശ്യത്തിന് ഇതിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉന്നക്കായയുടെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഈ ഷേപ്പിലാണ് ഞാനിവിടെ ഉന്നക്കായ തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റുള്ള ഈദ് സ്പെഷ്യൽ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. താങ്ക്